ഈശോലേറ്റസ്റ്റിനെ എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കണം: ഈശോ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ചുറ്റി സഞ്ചരിക്കുകയാണ്, അത്ഭുതങ്ങൾ ചെയ്ത് അവരുടെ ഇടയിൽ പ്രസംഗിച്ച് അവരുടെ ഇടയിൽ പഠിപ്പിച്ച് ഇതെല്ലാം ചെയ്ത് ഈശോ മുന്നോട്ട് പോകുമ്പോൾ ഈശോ പെട്ടെന്ന് ജനക്കൂട്ടങ്ങളെ കാണുമ്പോൾ ഈശോ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, ഈശോയ്ക്ക് അവരുടെ മേൽ അനുകമ്പ തോന്നി എന്ന് പറയുകയാണ്. ഒന്നാമതായിട്ട് ഈശോ ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരുടെ മേൽ അനുകമ്പ തോന്നി. രണ്ടാമതായിട്ട് എന്തുണ്ടായി? രണ്ടാമതായിട്ട് ഈശോ പറയുകയാണ്, വിളവധികം വേലക്കാര് ചുരുക്കം, അതിനാൽ വിളഭൂമിയിലേക്ക് തന്റെ വേലക്കാരെ അയക്കുവാനായിട്ട്, തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാനായിട്ട് നിങ്ങൾ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കണമെന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഈശോ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ ദൈവ വിളിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഈശോ പറയുകയാണ്. സ്നേഹമുള്ളവർ, ഇന്നത്തെ സുവിശേഷ ഭാഗമായി ചെയ്യുമ്പോൾ ഏറ്റവും ചുരുക്കത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈശോയ്ക്ക് അനുകമ്പ തോന്നിയതിന്റെ പുറത്താണ്, ജനക്കൂട്ടങ്ങളോട് അനുകമ്പ തോന്നിയതിന്റെ പുറത്താണ് ഈശോ ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. രണ്ടാമതായിട്ട് അനേകം പേരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഇന്ന് നമ്മുടെ ഇടയിലുള്ള ഓരോ ദൈവവിളിയും രൂപപ്പെട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മളൊരു വൈദികനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സിസ്റ്ററെ കാണുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് ഈശോയ്ക്ക് നമ്മുടെ മേലുള്ള അനുകമ്പയുടെ ഫലമാണ്. അനുകമ്പയുടെ ഫലമായിട്ട് ഈശോ ആവശ്യപ്പെട്ടതിന് പ്രകാരം ഒരുപാട് പേരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയൊരു ദാനമാണ് ഈ ഒരു ദൈവം. ഇന്നത്തെ സുവിശേഷ ഭാഗമായി ചെയ്യുമ്പോൾ നമ്മുടെ ഇടയിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ ധാരാളം ദൈവവിളികൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവവിളി ഏറ്റെടുത്തവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.